സുഹൃത്തുക്കളെ, ആയിരക്കണക്കിന് കുട്ടികൾ ഇന്ന് ബീഹാറിലെ ഒരു അധ്യാപകൻ, അദ്ദേഹത്തിന്റെ പേര് ഖാൻ എന്നാണ്. ഖാൻ സാർ എന്നാണ് ആ ഒരു അധ്യാപകനെ കുട്ടികളെല്ലാവരും വിളിക്കുന്നത്. ആ അധ്യാപകന് വേണ്ടിയിട്ട്, അധ്യാപകന് സപ്പോർട്ടുമായിട്ട് ഇന്ന് ആയിരക്കണക്കിന് കുട്ടികൾ തെരുവിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഒരു പ്രശസ്ത അധ്യാപകനാണ്. അധ്യാപകൻ എന്ന് മാത്രം പറഞ്ഞ പോലെ ഒരു പ്രശസ്ത യൂട്യൂബർ കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഒരു കോച്ചിങ് സെന്റർ ഉണ്ട്. ബീഹാറിൽ പാറ്റ്നയിലാണ് ഈ ഒരു കോച്ചിങ് സെന്റർ ഉള്ളത്. ആ സെന്റർ നേരെ കഴിഞ്ഞ ഈ ജൂൺ 2-ന് 2026 കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി ഒരു വലിയ ആക്രമണവും വെടിവെപ്പും ഉണ്ടായി. ആ ഒരു വെടിവെപ്പില് ആ ഒരു സ്ഥാപനത്തിന്റെ തന്നെ ഒരു കാവൽക്കാരനായിട്ടുള്ള ഒരു മനുഷ്യന് അതിഭീകരമായിട്ട് അപകടത്തിൽപ്പെട്ടു. അദ്ദേഹം ഇപ്പോൾ ഹോസ്പിറ്റലാണ്. ഈ ആക്രമണം നടക്കുന്നത് പാറ്റ്നയിലെ മുസല്ലപൂർ ഫാക്ട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതിനടുത്ത് ഖാൻ ഗ്ലോബൽ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടേക്കാണ് 20ഓളം പേര് അടങ്ങുന്ന ഒരു സംഘം അവിടേക്ക് ഇരച്ചെത്തിയത്. എത്തുക മാത്രമല്ല, ആ ഓഫീസിന് നേരെ കല്ലെറിയുകയും ആക്രമിക്കുകയും ചെയ്തു. തുരുതുര വെടിവെപ്പ് നടന്നു എന്നുകൂടി പറയുന്നുണ്ട്. ഇനി പരിക്കിന്റെ ഭാഗം പറയുകയാണെങ്കിൽ അവിടുത്തെ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ട്. അദ്ദേഹത്തിനാണ് കഠിനമായിട്ട് അതിഭീകരമായിട്ട് പരിക്കേറ്റുള്ളത്. അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിലെ ചികിത്സയിലാണ്. എന്തായാലും എന്താണ് ഇതിന് പുറകിലുള്ള കാരണം എന്ന് അന്വേഷിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കേണ്ടിയിരുന്നു. എന്തായാലും ഈ കാരണം അന്വേഷിക്കുന്ന തൊട്ടു മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം. ബീഹാറിലെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. ആ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ഇങ്ങനെയാണ്: विद्यालय के समय के बीच कोई कोचिंग नहीं चलेगा, ये पूरी तरह सरकार हमारे विद्यालय के समय കുറെ ഊളകൾ കൈയടിക്കും നിങ്ങൾ കേട്ടിരിക്കും. ഇദ്ദേഹം എന്താ പറഞ്ഞെന്നറിയില്ലേ? ഒരു കോച്ചിങ് സെന്ററും ഗവൺമെന്റിന്റെ അനുമതിയില്ലാതെ ഇവിടെ വളരണ്ട എന്നാണ്. അത് കേട്ടപ്പോഴാണ് കുറെ മൊയന്തുകള്, ചാണകത്തിനികള് കൈയടിക്കുന്നത്. ഇദ്ദേഹം വിചാരിച്ചത് ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന ഏതൊരു കോച്ചിങ് സെന്ററാണ് ഖാൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ നടത്തുന്നതാണ്. അല്ല എന്ന് ഈ മൊയന്തുകളോട് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുമോ? എന്തായാലും ബാക്കി കൂടി കേൾക്കണം. इसके लिए कोचिंग का सहारा लेता होता तो हम अपने ही विद्यालय में क्लास कराएंगे. നമ്മൾ വിചാരിക്കുക ഇത് ഖാൻ സാറിന്റെ ഒരു ഓഫീസിന് വേണ്ടി മാത്രമല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കോച്ചിങ് സെന്ററിന് വേണ്ടി മാത്രമല്ല, മറ്റെല്ലാ കോച്ചിങ് സെന്ററിനെതിരെയുള്ള ഒരു വലിയ വർത്തമാനമാണ് ഇദ്ദേഹം പറയുന്നത് എന്നുള്ളതാണ്. അങ്ങനെയൊന്നും വിചാരിച്ചു കളയല്ലേ. ഇത് ഖാൻ സാറുടെ ആ ഒരു കോച്ചിങ് സെന്റർ പൂട്ടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കൂടി ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ വിദ്യാഭ്യാസ മിനിസ്റ്റർ കൂടി ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്ന് മാത്രം നിങ്ങൾ കരുതിയാൽ മതി. കാരണം എന്താണ് ഖാൻ സാറിന്റെ കോച്ചിങ് സെന്റർ? ആയിരക്കണക്കിന് കുട്ടികളാണ് ഇന്ന് ആ ഒരു കോച്ചിങ് സെന്ററിൽ അപകടം ഉണ്ടായ സമയത്ത്, ആക്രമണം ഉണ്ടായ സമയത്ത് അവിടേക്ക് ഇരച്ചെത്തിയത്. ആ വരുന്ന ആളുകളെല്ലാം പറയുന്നത് ഖാൻ സാറിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കൊപ്പം ഞങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുട്ടികളൊക്കെ അവിടേക്ക് എത്തുന്നത്. എന്തുകൊണ്ട്? അത്രയേറെ ആ കുട്ടികളുടെ ലൈഫിൽ അപാരമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയ ഒരു മനുഷ്യനാണ് ഈ പറയുന്ന ഖാൻ സാർ. ആ കുട്ടികളുടെ ജീവിതം മാറ്റിമറിച്ചൊരു മനുഷ്യനാണ്. ആ കുട്ടികൾക്ക് പലർക്കും ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു കൊടുത്തൊരു മനുഷ്യനാണ്. അവർ ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞ ഫീസിൽ, അവിടുത്തെ ബഹുരാഷ്ട്ര കുത്തക ഇത്തരം കോച്ചിങ് സെന്റേഴ്സുകൾ ലക്ഷങ്ങൾ വാങ്ങിക്കുമ്പോൾ വളരെ തുച്ഛമായ ഫീസ് വാങ്ങിച്ചിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണ് ഈ ഖാൻ. വേണമെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പേരിനൊപ്പം എന്ത് ജാതി പേരും എന്ത് മതപ്പേര് വേണമെങ്കിലും നിങ്ങൾക്ക് വലിച്ചിട്ട് ഇഴച്ച് അദ്ദേഹത്തെ ഇഴ കീറി പരിശോധിച്ച് നോക്കാം. ഇനി എന്തുകൊണ്ടായിരിക്കാം വിദ്യാഭ്യാസ മന്ത്രി അടക്കം ഇത്തരത്തിലുള്ള ഈ കോച്ചിങ് സെന്ററുകൾ നമ്മുടെ സ്ഥലത്ത് വേണ്ട എന്ന് പറയുന്നത്, അവിടെ പ്രവർത്തിക്കേണ്ടെന്ന് പറയുന്നത്? വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. बच्चों का जो डाइपर और पैम्पर्स आता है ना, हगीज उन सबों का, वो लीक नहीं होता, इनका पेपर लीक हो जाता है. इतना घटिया इन लोग की. നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നീറ്റിന്റെ പേപ്പർ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് കുറെ BJP-ക്കാര് അവരെ മക്കൾക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുത്തതും, അതിന്റെ ഭാഗമായിട്ട് നീറ്റ് പേപ്പർ ലീക്കായതിന്റെ പേരിൽ ഒരുപാട് കുട്ടികളുടെ പരീക്ഷ റദ്ദാക്കപ്പെട്ടതൊക്കെ നമുക്കറിയാം. ആയിരക്കണക്കിന് കുട്ടികൾ രാവും പകലും ഇരുന്ന് പഠിച്ചു പോയി എഴുതിയ ആ പരീക്ഷ റദ്ദാക്കപ്പെടുമ്പോൾ തങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കുകയും അതേസമയം ലക്ഷങ്ങൾ കൊടുത്ത് ഇവിടുത്തെ ചില BJP-ക്കാർ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ആ പേപ്പർ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ നിന്ന് കരയുന്ന കുറേ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്.
ആ ഒരു വിഷയം വന്ന സമയത്ത് ഈ ഖാൻ എന്ന് പറയുന്ന ഈ മനുഷ്യൻ അന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്: ചെറിയ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന 10 രൂപയുടെ ഡയപ്പറില്ലേ, ആ ഡയപ്പർ ചോരുന്നില്ല. എന്നാൽ അതേ സമയമാണ് എത്രയോ ലക്ഷങ്ങൾ ചെലവഴിച്ച് നടത്തുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോരുന്നത്. അതെങ്ങനെയാണ് എന്ന് അന്ന് ഖാൻ സാർ ഒരു ഗംഭീര ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചോദ്യം ചോദിക്കപ്പെടുന്ന ആളുകൾ മുഴുവൻ ആക്രമിക്കുക എന്നുള്ളത് അവരുടെ ഒരു രീതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി നിങ്ങൾ കുറച്ചു മുമ്പ് കണ്ട ആ ഖാൻ എന്ന് പറയുന്ന ആ ഒരു അധ്യാപകനെ കുറിച്ചിട്ട് ഇത്രയേറെ അന്ധവിശ്വാസിയായിട്ടുള്ള വേറൊരു എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. കണ്ടു നോക്കുന്നേ. ആ അടി വാങ്ങിക്കുന്നത് ഏതോ ഒരു മൊയന്ത് സന്യാസിയിൽ നിന്ന് ആ അടി വാങ്ങിക്കുന്നത് അവിടുത്തെ ആ ഒരു വിദ്യാഭ്യാസ മിനിസ്റ്ററാണ്. ബീഹാറിലെ വിദ്യാഭ്യാസ മിനിസ്റ്ററാണ്. ഇത്തരത്തിലുള്ള ആളുകളാണ് അവിടെ വിദ്യാഭ്യാസ മിനിസ്റ്ററായിട്ട് നടക്കുന്നത്. കുട്ടികളിൽ സയന്റിഫിക് ടെമ്പർ വളർത്തണമെന്ന് കൃത്യമായിട്ടും നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. ഇതിന് ആ ഒരു സന്യാസിയുടെ മുമ്പിൽ തല കുലിച്ചുകൊണ്ട് ആ ചവിട്ടും തലോടിലും അടിയും വാങ്ങിക്കുന്ന ഈ വിദ്യാഭ്യാസ മിനിസ്റ്റർ എന്ത് തരത്തിലുള്ള സയന്റിഫിക് ടെമ്പറാണ് മുന്നോട്ട് വെക്കുന്നത്? ഒരു സയന്റിഫിക് ടെമ്പർ ഇല്ല എന്ന് മാത്രമല്ല, ഒരു വാർത്ത കൂടി കാണണം. ഒരു കൊച്ചു കുഞ്ഞ് കരഞ്ഞു പറയുന്നുണ്ട്: ഞങ്ങൾക്ക് ഒന്ന് ഇരുന്ന് പഠിക്കാനുള്ള ഒരു മുറി ഉണ്ടാക്കി തരൂ, ഞങ്ങൾക്ക് ഒരു നല്ല ബോർഡ് ഉണ്ടാക്കി തരൂ, ഞങ്ങൾക്ക് അധ്യാപകരെ തരൂ. കരഞ്ഞു പറയുന്ന ദൃശ്യങ്ങളാണ് കാണുക. मीनाक्षी, कितना दिक्कत होता है जो भवन नहीं है, तुम पेड़ के नीचे पड़ते हो? बहुत दिक्कत होता है। क्या कहना चाहोगी सरकार से? बिल्डिंग बना दे, तकलीफ होता है बहुत। पढ़ने बारिश होता है तो इधर उधर भागना पड़ता है, धूप भी लगता है तो भागना पड़ता है इधर उधर। तो बारिश होती है तो क्या करती हो? घर चली जाती है? हाँ। फिर छूटता है तो आती है। ഒന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി ഒരു നല്ല ബിൽഡിംഗ് ഇല്ല, ഞങ്ങൾക്കൊരു സ്കൂൾ കെട്ടിത്തരൂ. ഇങ്ങനെ ആ കൊച്ചുങ്ങള് കരഞ്ഞു പറയുന്നു. ആ കുട്ടി പറയുന്നതിനിടയ്ക്ക് ആ കുട്ടിയുടെ ശബ്ദം ഇടറുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്ന് തന്നെ ഞാൻ വിചാരിക്കട്ടെ. ഇങ്ങനെ ആയിരക്കണക്കിന് കൊച്ചുങ്ങളാണ് ആ ഒരു സ്ഥലത്ത് ബീഹാറിൽ നേരം പോലെ വിദ്യാഭ്യാസം കിട്ടാനുള്ള ഒരു ബിൽഡിംഗ് ഇല്ലാതെ കഷ്ടപ്പെടുന്നത്. ഇങ്ങനെ കഷ്ടപ്പെടുന്ന സമയത്ത് അവിടെയുള്ള ചില ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ BJPയുടെ ചില വലിയ മഹത്വങ്ങൾ പറഞ്ഞു കിടക്കുന്ന ആളുകൾ അവിടെ എന്താണ് പ്രസംഗിക്കാറുള്ളതെന്ന് കേട്ടോ? അവിടെ സ്കൂളുകൾ കെട്ടിത്തരാമെന്നല്ല, അതിന് പകരമായിട്ട് അവിടെ വലിയ വലിയ രാമമന്ദിരങ്ങൾ കെട്ടിത്തരാമെന്നാണ് അവർ പ്രസംഗിക്കുന്നത്. ആ കൊച്ചുങ്ങൾക്ക് രാമമന്ദിർ വേണ്ട എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഞങ്ങൾക്ക് രാമമന്ദിർ വേണ്ട, ഞങ്ങൾക്ക് വേണ്ടത് സ്കൂളാണെന്ന് ആ കുട്ടികൾ പറയുന്നത് എപ്പോഴെങ്കിലും അവിടെയുള്ള BJPക്കാരായിട്ടുള്ള ആളുകൾ കേൾക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് അവർക്ക് ഇതൊന്നും കിട്ടാത്തത്? ഈ സമയത്താണ് ആ കുട്ടികൾക്ക് ആ നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ട്, ആ കുട്ടികൾക്ക് കൃത്യമായിട്ട് നല്ല വിദ്യാഭ്യാസം വേണം എന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇത്തരം ഖാൻ സാറുമാർ പ്രവർത്തിക്കുന്നത്. ഒരു സ്കൂൾ കൂടി ബീഹാറിലെ കാണും. നിങ്ങൾ നമ്മുടെ കേരളത്തിൽ, നിങ്ങൾ ഈ കേരളത്തിൽ ഇങ്ങനെയുള്ള ഒരു സ്കൂളെങ്കിലും കണ്ടിട്ടുണ്ടോ? ബിൽഡിംഗ് ഇല്ലാതെ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിന്റെ ചുമരിൽ എഴുതിക്കൊണ്ട് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ കാണേണ്ട ഒരവസ്ഥ നമ്മുടെ കേരളത്തിൽ ഇല്ല എന്ന് മനസ്സിലാക്കുക. കാരണം ഇവിടെ ഇത്തരത്തിലുള്ള സംഖ്യകൾ അധികം വേര് പിടിച്ചിട്ടില്ല. ഇനി ആ കുട്ടി പറയുന്നുണ്ട് ഞങ്ങൾക്ക് സ്കൂളാണ് വേണ്ടതെന്ന്. അപ്പോൾ അതേ സമയം തന്നെ അവിടെ മന്ദിരാണ് വേണ്ടതെന്ന് പറയുന്ന ഒരാളുടെ വീഡിയോ കൂടി നിങ്ങൾ കാണുക കൂടി വേണം. അത് കണ്ടിട്ടില്ലെങ്കിൽ ഒരല്പം പ്രയാസമുള്ള സംഗതി. കണ്ടോ? भैया राम मंदिर तो बना दिया, बिहार में सीता माता का जन्म हुआ था। ബീഹാറിൽ സീതാമാതാവിന്റെ ജന്മസ്ഥലമാണ്. അവിടെ സീതാമാതാവിന്റെ ക്ഷേത്രം പണിയാമെന്ന് പറയുന്നു. എന്നാൽ അവിടെയുള്ള കുട്ടികൾക്ക് വേണ്ടത് ക്ഷേത്രമല്ല, അവിടെയുള്ള കുട്ടികൾക്ക് വേണ്ടത് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. 3 നേരവും തിന്നാൻ എന്തെങ്കിലും കിട്ടണമെന്നുള്ള ആഗ്രഹമാണ്. വിദ്യാഭ്യാസത്തിലൂടെ ഒരു നല്ല ജോലി സമ്പാദിക്കണമെന്നുള്ള ഒരു വലിയ മോഹമാണ്. ആ മോഹമാണ് ഈ അധ്യാപകരെ പോലെ, ഈ ഖാൻ എന്ന് പറയുന്ന ഈ അധ്യാപകരെ പോലെ ആളുകൾ നിവർത്തിച്ച് നൽകുന്നത്. അപ്പോഴാണ് അത്തരം ആളുകൾ വളരെ കുറഞ്ഞ
ഫീസ് വാങ്ങിച്ചിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നത് അവിടെയുള്ള വലിയ വലിയ കോച്ചിങ് സെൻറ്റേഴ്സിന് ഇഷ്ടമാവുന്നില്ല. അവർ ഗുണ്ടകളെ വിട്ട് ആ അധ്യാപകരെയും അവിടെ പഠിപ്പിക്കുന്ന മറ്റ് അധ്യാപകരെയും ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഖാൻ എന്ന് പറയുന്ന മനുഷ്യനെ എങ്ങനെയെങ്കിലും ഇവർ ദേശദ്രോഹിയാക്കി മാറ്റും. അയാൾ ദേശദ്രോഹിയാണെന്നും അയാൾ മുസ്ലിം ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ദേശദ്രോഹി തന്നെയാകുമെന്നും പറഞ്ഞു നടക്കും. അയാൾ നമ്മുടെ ദേശത്തെ അപമാനിച്ചെന്നും കുട്ടികളെ മതം മാറ്റിയെന്നും അവർ പറയും. ഇത്തരത്തിലുള്ള കാരണം പറഞ്ഞ് ആ ബീഹാറിലെ കൊച്ചുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല ലോകത്തെയും സ്വപ്നം കാണാൻ വേണ്ടിയിട്ട് എല്ലാ ശ്രമങ്ങളും നടത്തുന്ന ആ അധ്യാപകനെ പിടിച്ച് അഴിക്കുള്ളിലാക്കും. ഇതൊക്കെ തന്നെയാണ് ഇനി വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ നമ്മൾ കാണേണ്ടി വരിക. ബൈ. പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കട്ടെ. പലപ്പോഴും പറയാറുണ്ട് ഇടയ്ക്കൊക്കെ. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ. യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക, ഒപ്പം കൊടുക്കുക. ബൈ.